തൃപ്തി ഇല്ലാത്തത് കൊണ്ടല്ലേ പല പല അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നത് അല്ലേ? മലയാളത്തിലൊക്കെ പറയും ആക്രാന്തം എന്ന് പറയും അല്ലേ? ആക്രാന്തം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ, ആ ചേട്ടൻ എന്നോട് പറയുക, അച്ഛാ എവിടെയെങ്കിലും ഒക്കെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്റെ കാര്യം പറയണം അച്ഛാ, എനിക്ക് പണത്തോടുള്ള ആക്രാന്തം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. സംസാരിച്ചു വന്നപ്പോ ഇയാളുണ്ടല്ലോ ഇപ്പൊ വലിയൊരു കോടിക്കണക്കിന് രൂപയ്ക്ക് വലിയൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുക. അത്യാവശ്യം കുടുംബപരമായിട്ടൊക്കെ പണം ഉണ്ടായിരുന്ന ആളാണ്, ബിസിനസ്സും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഇന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ 4 ഇരട്ടി വെച്ച് നമുക്ക് മാസാമാസം ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. 4 ഇരട്ടി വെച്ച് മാസാമാസം ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കയ്യിലുണ്ടായിരുന്നത് വിറ്റും പെറുക്കി എല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി. 4 ഇരട്ടി വെച്ചല്ലേ മാസം ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നത്. ആദ്യത്തെ 2 മാസക്കാലം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ 4 ഇരട്ടി വെച്ച് തിരിച്ചു കിട്ടി. അപ്പൊ പിന്നെ വീണ്ടും ഇയാൾ പറയാണ്, അച്ഛാ എനിക്ക് ആക്രാന്തം കൂടി, പണം കിട്ടും. എന്റെ അച്ഛാ ഞാൻ കിട്ടിയതെല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അച്ഛാ മൊത്തം അങ്ങോട്ട് പോയച്ചാ. അവന്മാർ എവിടെയാണെന്ന് പോലും ഒരു പിടുത്തവും ഇല്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതിപ്പെടണ്ട. എന്ത് പരാതിപ്പെടാൻ അച്ഛാ? അതിനൊരു രേഖയും ഇല്ല അച്ഛാ, കണ്ണും പൊട്ടി കൊടുത്തതാ, അതിനൊരു രേഖയും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും, എന്ത് ചെയ്യും? മൊത്തം പോയി. എന്നിട്ട് ഇയാൾ പറയും, അച്ഛാ എന്റെ ആക്രാന്തം കൊണ്ടാണ് പറ്റിയത്, എനിക്ക് പറ്റിയ അബദ്ധാണ് അച്ഛാ. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഉള്ളിലെ തൃപ്തി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആക്രാന്തം കൂടും, പലതിനോടും നമുക്ക് ആവേശം കൂടും, പലതും നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ദൈവവിളി തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിനക്ക് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചേ. എങ്ങനെ തൃപ്തി അല്ലേ? തൃപ്തി ഇല്ലല്ലോ. ഏതെല്ലാം തരത്തിലാണ് അസ്വസ്ഥതയും അതൃപ്തിയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പലതും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് സങ്കടം നമ്മുടെ ഉള്ളിൽ കിടക്കുക. വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അസ്വസ്ഥര് ഭാരപ്പെട്ടിരിക്കുക. ഈ അസ്വസ്ഥതയും അതൃപ്തിയും ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ മുഖത്ത് തെളിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.